ചൈന തനിക്കുണം കാണിച്ചു. ചീനക്കാരെ വിശ്വസിക്കരുതെന്ന് ഒരു ചൊല്ലുണ്ട്. ആ ചൊല്ല് സത്യമാണെന്ന് ചൈന ഒരിക്കൽ കൂടി തെളിയിച്ചു. പാകിസ്ഥാന് സമ്പൂർണ്ണ പിന്തുണയുമായി എത്തിയിരിക്കുകയാണ് ചൈന ഇപ്പോൾ. പാകിസ്ഥാന്റെ പരമാധികാരത്തെ മാനിക്കുന്നുവെന്നും പാകിസ്ഥാന് എല്ലാ പിന്തുണയും നൽകുമെന്നും ചൈന ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. പാക് മാധ്യമങ്ങൾ ഇത് റിപ്പോർട്ട് ചെയ്തു. ചൈന ഒരിക്കൽ കൂടി ഇന്ത്യയെ ചതിച്ചിരിക്കുന്നു. ചൈനയ്ക്ക് ഇന്ത്യയോടുള്ള കലിപ്പ് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്നപ്പോൾ ചൈന നടത്തിയ അപ്രതീക്ഷിതമായ ആക്രമണം ഇന്ത്യക്ക് വലിയ ആഘാതമായി മാറി. ഇന്ത്യ ചൈന ഭായി ഭായി എന്ന് ജവഹർലാൽ നെഹ്റു വിളിച്ചു പറഞ്ഞപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ഒരു പ്രകോപനവും കൂടാതെ ഇന്ത്യയെ ആക്രമിച്ചു ചൈന. അതാണ് ചൈനയുടെ രീതി. വിശ്വസിക്കാൻ പറ്റാത്ത രാജ്യം. ശ്രീലങ്കയെ മുഴുവനായി കൈപ്പിടിയിൽ ഒതുക്കിയിരിക്കുകയാണ് ചൈന. നേപ്പാളിനെയും കൈപ്പിടിയിൽ ഒതുക്കിക്കഴിഞ്ഞു ചൈന. ചൈനയ്ക്ക് ഏറ്റവും വലിയ ഭീഷണി ഇന്ത്യയാണ്. വലിയൊരു ആയുധശക്തിയായി ഇന്ത്യ വളർന്നു കഴിഞ്ഞു. ഇന്ത്യയുടെ നേർക്ക് നേരിട്ട് മുട്ടാൻ ചൈനയ്ക്ക് ഭയമാണ്. എന്നാൽ പാകിസ്ഥാനെ പോലെയുള്ള ശിഖണ്ഡികളെ ഉപയോഗിച്ച് ഇന്ത്യക്ക് നേരെ നിഴൽ യുദ്ധം നടത്തുന്നു ചൈന. പാകിസ്ഥാൻ സർവ മര്യാദകളും ലംഘിച്ച് ഇന്ത്യയെ ആക്രമിച്ചപ്പോൾ ചുട്ട മറുപടിയാണ് ഇന്ത്യ നൽകിയത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ കരുത്ത് ലോകം അംഗീകരിച്ചു. ഇന്ത്യൻ സൈന്യത്തിൻ്റെ കൃത്യത ലോകം അംഗീകരിച്ചു. ഇന്ത്യൻ സൈന്യം എന്താണെന്ന് ലോകം തിരിച്ചറിഞ്ഞു. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാന് സമ്പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ചൈന രംഗത്ത് വന്നിരിക്കുന്നത്. കുറുക്കൻ്റെ സ്വഭാവമാണ് ചൈന കാട്ടിയിരിക്കുന്നത്. കുറുക്കൻ്റെ സ്വഭാവം കാട്ടിക്കൊണ്ട് ചൈന രംഗത്ത് വന്നിരിക്കുന്നു. വീണ്ടും ഒരിക്കൽ കൂടി ചൈന ഇന്ത്യയെ ചതിച്ചിരിക്കുന്നു. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം ഊഷ്മളമായി വരികയായിരുന്നു. അമേരിക്കയ്ക്കെതിരെ ഇന്ത്യയും ചൈനയും അടങ്ങുന്ന ചേരി ശക്തമായി വരികയായിരുന്നു. അതിനിടയിലാണ് ഇന്ത്യയോടുള്ള കലിപ്പ്, ഇന്ത്യയോടുള്ള ശത്രുത പാകിസ്ഥാന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ചൈന പ്രകടിപ്പിച്ചിരിക്കുന്നത്. വളരെ വളരെ ലജ്ജാകരമായ അവസ്ഥ. വളരെ ലജ്ജാകരമായ അവസ്ഥയെന്ന് മാത്രമല്ല, അപലപനീയമായ അവസ്ഥ. ചൈനയിൽ നിന്ന് ഇതേ പ്രതീക്ഷിക്കാവൂ. കൂടെ നിന്നിട്ട് ഇന്ത്യയെ ചതിച്ച പാരമ്പര്യമാണ് എക്കാലവും ചൈനയ്ക്കുള്ളത്. കൂടെ നിന്നിട്ട് ഇന്ത്യയെ ചതിക്കുക എന്നുള്ളത് ചൈനയുടെ രീതിയാണ്, ചൈനയുടെ രീതിശാസ്ത്രമാണ്. വർഷങ്ങളായി ചൈന ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴിതാ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ പാകിസ്ഥാന് പിന്തുണയുമായി പരസ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രി. പാകിസ്ഥാൻ മാധ്യമങ്ങൾ അത് ആഘോഷമാക്കുകയാണ്. BBC അടക്കമുള്ള മാധ്യമങ്ങൾ, റോയിറ്റേഴ്സ് അടക്കമുള്ള മാധ്യമങ്ങൾ ഒക്കെ ഇത് ആഘോഷമാക്കുകയാണ്. ചൈനയുടെ നിലപാട് എന്തായിരിക്കും എന്നതിനെ ചൊല്ലി കുറേ കാലമായി, ഈ യുദ്ധം തുടങ്ങിയതിന് ശേഷം കുറേ ദിവസങ്ങളായി ദുരൂഹമായിരുന്നു. ആദ്യഘട്ടത്തിൽ മൗനിയായിരുന്ന ചൈന ഇപ്പോൾ പാകിസ്ഥാന് സമ്പൂർണ്ണ പിന്തുണയും പ്രഖ്യാപിച്ച് എത്തിയപ്പോൾ അതിൽ ചതിയുടെ അംശങ്ങൾ ഇന്ത്യ കണ്ടെത്തിയിരിക്കുന്നു. ഇന്ത്യ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ചൈനയ്ക്ക് ഇന്ത്യയെ ഒരു ചുക്കും ചെയ്യാൻ സാധ്യമല്ല. ഇന്ത്യ ഒരു വലിയ ശക്തിയായി വളർന്നിരിക്കുന്നു. പാകിസ്ഥാനുമേൽ ഇന്ത്യ നടത്തിയ തിരിച്ചടി, ആ തിരിച്ചടി ഇന്ത്യൻ സൈന്യത്തിൻ്റെ കൃത്യതയും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ശക്തിയും ലോകത്തെ അറിയിച്ചു. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാന് പിന്തുണയുമായി ചൈന എത്തിയിരിക്കുന്നത്. കുറുക്കൻ്റെ തന്ത്രം ചൈന ഇപ്പോൾ ആവിഷ്കരിച്ചിരിക്കുന്നു. ചൈനയുടെ ഓരോ നീക്കവും ഇനി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു ഇന്ത്യക്ക്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധം നടക്കുമ്പോൾ തങ്ങളുടെ ആയുധ വ്യാപാരം പൊടിപൊടിക്കാനാണ് ചൈനയുടെ തീരുമാനം. പാകിസ്ഥാന് ആയുധങ്ങൾ കൊടുത്ത് പണം വാങ്ങുക. അതിനുവേണ്ടിയാണ് പാകിസ്ഥാന് പിന്തുണയുമായി ചൈന എത്തിയിരിക്കുന്നത്. ഇന്ത്യക്ക് എന്തായാലും ചൈനയുടെ ആയുധങ്ങൾ വേണ്ട. ചൈനയുടെ ആയുധങ്ങൾ വാങ്ങി യുദ്ധം ചെയ്യേണ്ട ഗതികേട് ഇന്ത്യക്ക് ഇല്ല. അത് ഒരു സത്യമാണ്. അത് ചൈന തിരിച്ചറിഞ്ഞിരിക്കുന്നു.
പാകിസ്ഥാന് സപ്പോർട്ട് ചെയ്തുകൊണ്ട്, പാകിസ്ഥാന് ആയുധങ്ങൾ നൽകിക്കൊണ്ട് ആയുധ വ്യാപാരത്തിലൂടെ പണം കണ്ടെത്താനാണ് ചൈന ഇപ്പോൾ ശ്രമിക്കുന്നത്, ശക്തമായി ശ്രമിക്കുന്നത്. എന്തായാലും വലിയ ഒരു പ്രത്യാഘാതമാണ് ചൈനയുടെ ഈ നിലപാട്. ഇന്ത്യ ഇത് പ്രതീക്ഷിച്ചിരുന്നു എന്നത് സത്യം. കാരണം ചൈനയെ വിശ്വസിച്ച് ഒരു കാര്യത്തിലും ഇറങ്ങാൻ പറ്റില്ല. ശ്രീലങ്കയെ കടക്കണിയിലാക്കിയതും ശ്രീലങ്കയിലെ വിപണികൾ പിടിച്ചെടുത്തതും ചൈനയുടെ തന്ത്രമാണ്. ഇന്ത്യയോട് അനുഭാവം പുലർത്തിയിരുന്ന നേപ്പാളിലും ചൈന നുഴഞ്ഞു കയറി അവരെ അധീനതയിലാക്കി മാറ്റി. ഇപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം നന്നായി മുതലെടുത്തിരിക്കുകയാണ് ചൈന. നന്നായി മുതലെടുത്തിരിക്കുന്നു എന്ന് കൃത്യമായി പറയാം. എന്തായാലും ചൈനയുടെ തനിക്കുണം ചൈന കാണിച്ചിരിക്കുന്നു. തനിക്കുണം തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. ചീനക്കാർ എപ്പോഴും ഇങ്ങനെയാണ്, വിശ്വസിക്കാൻ പറ്റാത്തവർ. കൊറോണ വൈറസ് ലോകമാകെ കടത്തിവിട്ടത് ചൈനയുടെ തന്ത്രമാണെന്ന ആരോപണം ഉണ്ടായിരുന്നു. കൊറോണ കാരണം ഒരുപാട് പേർ മരിച്ചപ്പോൾ ചൈന സുരക്ഷിതരായി മാറുകയും ചെയ്തു. കൊറോണ വൈറസ് പടർന്നു പിടിച്ചപ്പോൾ ചൈന അത് മറച്ചു വെച്ചത് ശ്രദ്ധേയമാണ്. അതിനു മുമ്പ് സാർസ് വൈറസുകൾ പടർന്നു പിടിച്ചപ്പോഴും ചൈന മറച്ചു വെച്ചു. ഇങ്ങനെ നിരന്തരം ചൈന ലോകത്തെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്നു പല വിധത്തിലുള്ള രീതിയിലൂടെ. കൊറോണ വൈറസിനെ ലോകമെമ്പാടും പടർത്തി ലോകമെമ്പാടുമുള്ള ജനതയെ കൊന്നൊടുക്കിയതിൻ്റെ പാപഭാരം ചൈനയ്ക്കുണ്ട്. പക്ഷേ ഇപ്പോഴും ചൈന അത് ഏറ്റെടുക്കുന്നില്ല. അമേരിക്ക അന്ന് പറഞ്ഞിരുന്നു ചൈന മനഃപൂർവ്വമാണ് ഇത് ചെയ്തതെന്ന്. കൊറോണ വൈറസ് ചൈനയുടെ ജൈവായുധ പരീക്ഷണത്തിൽ നിന്നുണ്ടായതാണെന്ന് അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ ആരോപിച്ചിരുന്നു. ഇപ്പോൾ ചൈന ചെയ്തിരിക്കുന്നത് വളരെ അപലപനീയമായ ക്രൂരമായ പ്രവൃത്തിയാണ്. ചുമ്മാതിരുന്ന ഇന്ത്യയെ കയറി ചൊറിഞ്ഞതാണ് പാകിസ്ഥാൻ. സ്വാഭാവികമായും ഇന്ത്യ തിരിച്ചടിച്ചു. ആ തിരിച്ചടി വളരെ കൃത്യതയുള്ളതും മാന്യതയുള്ളതും ആയിരുന്നു. പാകിസ്ഥാനിലെ സാധാരണക്കാരായ ജനങ്ങളെ ഒന്നും ചെയ്യാതെ അവരുടെ സൈനിക താവളങ്ങൾക്ക് നേരെയും അവർ വളർത്തുന്ന ഭീകരന്മാർക്ക് നേരെയുമാണ് ഇന്ത്യ ആക്രമണം അഴിച്ചുവിട്ടത്. ഒരൊറ്റ ആക്രമണവും ഇന്ത്യക്ക് പിഴച്ചില്ല എന്നുള്ളതാണ് സത്യം. ഈ സാഹചര്യത്തിലാണ് ചൈന തനിക്കുണം കാണിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. പാകിസ്ഥാന്റെ പരമാധികാരത്തെ ചൈന മാനിക്കുന്നു അത്രേ. പാകിസ്ഥാന്റെ പരമാധികാരത്തിന്മേൽ ഇന്ത്യ ഒന്നും ചെയ്തിട്ടില്ല. പാകിസ്ഥാനെ പിടിച്ചെടുക്കാൻ ഇന്ത്യക്ക് വളരെ പെട്ടെന്ന് കഴിയും. പാകിസ്ഥാനിൽ അധിനിവേശം സ്ഥാപിക്കാൻ ഇന്ത്യൻ സൈന്യത്തിന് കരുത്തുണ്ട്. അതൊന്നും ചെയ്യാതെ പാകിസ്ഥാന്റെ സൈനിക താവളങ്ങളും പാകിസ്ഥാൻ വളർത്തുന്ന ഭീകര താവളങ്ങളും ഒക്കെയാണ് ഇന്ത്യ ആക്രമണത്തിന് വിധേയമാക്കിയത്. അതുകൊണ്ടാണ് ലോകം മുഴുവൻ ഇന്ത്യയെ അംഗീകരിക്കുന്നത്. മാന്യതയാർന്ന യുദ്ധം, അതാണ് ഇന്ത്യ കാണിച്ചത്. ചൈനയെ പോലും അമ്പരപ്പിച്ചു ഇന്ത്യൻ സൈന്യത്തിൻ്റെ കൃത്യത. ചൈനയെ പോലും അമ്പരപ്പിച്ചു. ചൈനയെ മാത്രമല്ല, അമേരിക്കയെ പോലും അമ്പരപ്പിച്ചു ഇന്ത്യൻ സൈന്യത്തിൻ്റെ കൃത്യതയും ആ വൈദഗ്ധ്യവും ഒക്കെ. ഈ സാഹചര്യത്തിലാണ് പാകിസ്ഥാന് പിന്തുണയുമായി ചൈന എത്തിയിരിക്കുന്നത്. ചൈനക്കാരെ വിശ്വസിക്കാൻ പറ്റില്ല. അതിപ്പോൾ വീണ്ടും തെളിയിച്ചിരിക്കുന്നു ചൈന.